മകൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ പറഞ്ഞു കാണും, മോനെ ജാവദേക്കർ അപ്പൂപ്പനെ കണ്ടോ എന്ന് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണും. നമസ്കാരം. നമസ്കാരം സാർ. ഇന്നലെ ലോക്സഭ ഇലക്ഷൻ വളരെ ശോകമുഖമായിരുന്നു. ഒരു ആവേശവും അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇലക്ഷനേക്കാളും ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ഒരാളുടെ പ്രസ്താവനയായിരുന്നു, നമ്മുടെ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന. അല്ല, ഈ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു അഭിവാജ്യ ഘടകമാണ്. കാര്യം അദ്ദേഹം ട്രോളുകളുടെ ആശാനാണ്. എത്ര ട്രോളുകളെന്നറിയാം മുമ്പ് ഈ ജയരാജൻ്റെ വായ്ത്താരിയിലൂടെ ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളത്. നിരവധി നമുക്കറിയാം, മേഴ്സി കഥകൾ, പിന്നെ നമ്മുടെ മുഹമ്മദ് അലി, ഇതൊന്നും മലയാളികൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ അതിനുശേഷം ഈ ജയരാജനോട് പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. കാര്യം ഈ CPM അങ്ങനെ ഒരു രാഷ്ട്രീയ വേർതിരിവൊക്കെ ഉണ്ടെങ്കിലും പുള്ളി പറയുന്നതിനെ എല്ലാവരും വലിയ അത്ര ഒരു സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ലായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഈ ആനയ്ക്ക് ആറാട്ട് നന്നാവണമെന്ന് ഏതെങ്കിലും ആന ആഗ്രഹിക്കുമോ? അതിങ്ങനെ പനമ്പൊട്ടയൊക്കെ കഴിച്ചിങ്ങനെ ഗമയോടുകൂടി നടക്കുന്നതാണ് ആനയുടെ ശീലം. അപ്പോൾ അതുപോലെ CPMലുള്ള ഒരു ആനച്ചന്തം പോലെയാണ് ഈ ജയരാജനെ എല്ലാവരും കണ്ടിരുന്നത്. വ്യക്തിപരമായിട്ട് വളരെ നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഈ സാധാരണ CPM നേതാക്കളെ പോലെ ഈ കടിച്ച പൊട്ടാത്ത മണിപ്രവാളം ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നേതാവൊന്നുമല്ല ജയരാജൻ. അദ്ദേഹം വളരെ സാധാരണക്കാരോട് എപ്പോഴും സംവദിക്കുന്ന, സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ജയരാജൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു തമാശയായിട്ട് മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ കേരളം അതിനെല്ലാം കാണാറുള്ളൂ. പിന്നെ അദ്ദേഹത്തിനെതിരെ ആദ്യം ഉണ്ടായിരുന്ന ഈ ബന്ധു നിയമന വിവാദം, ഈ ബന്ധു നിയമന വിവാദമൊക്കെ നടന്ന സമയത്താണ് ഈ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ പേരിലൊക്കെ ഒരുപാട് ട്രോളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായത്. പലപ്പോഴും അങ്ങനെയുള്ള ചില ട്രോളുകൾ ഇപ്പോഴും കാണാറുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരുപാട് വിവാദങ്ങളും അതിൻ്റെ പേരിൽ അദ്ദേഹം ഈ ബന്ധു നിയമന വിവാദത്തിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. പിന്നീട് അപ്പോഴും തന്നെ ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം അസ്തമിച്ചു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ അന്നും ജയരാജൻ്റെ രക്ഷകനായി എത്തിയത് പിണറായി വിജയനായിരുന്നു. അങ്ങനെ പിണറായി വിജയൻ്റെ ആശീർവാദത്തോടു കൂടി അദ്ദേഹം വീണ്ടും സജീവമായിട്ട് വന്നു. പിന്നീട് ആ ബന്ധു നിയമന വിവാദം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം മന്ത്രിയായി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി സെക്രട്ടറി പദം, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന് ശേഷം ആ സ്ഥാനത്തേക്ക് കണ്ണൂരിലെ, നമുക്കറിയാം കണ്ണൂരിലെ, നമ്മൾ ഈ പറയുമ്പോഴും മറ്റൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടത്. കാര്യം കേരളത്തിലെ CPMൻ്റെ രാഷ്ട്രീയം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിനെ ബേസ് ചെയ്താണ്. കണ്ണൂർ രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ CPMൻ്റെ കേരളത്തിൽ തന്നെ സ്റ്റിയറിങ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം 3 ജയരാജന്മാരാണ് ഈ CPMനകത്തുള്ള ത്രിമൂർത്തികളെന്ന് അറിയപ്പെടുന്ന 3 ജയരാജന്മാർ. EP ജയരാജൻ, MB ജയരാജൻ, P ജയരാജൻ. അപ്പം ഈ MB ജയരാജനായിരുന്നു ആദ്യം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. പിന്നീട് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് വീണ്ടും പാർട്ടി സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിനെ വീണ്ടും കണ്ണൂരിലേക്ക് പറഞ്ഞു വിടുകയും അതിനുശേഷം P ജയരാജൻ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ നിരയിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്നു P ജയരാജൻ. പക്ഷേ P ജയരാജൻ വലിയൊരു പാർട്ടിയിൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പടർന്ന് പന്തലിച്ച് PJ ആർമി എന്ന് പറയുന്ന ഒരു സമാന്തര പാർട്ടി സംവിധാനം തന്നെ കണ്ണൂരിൽ ഉടലെടുക്കുന്ന ഒരു കാഴ്ച CPMന് കാണേണ്ടി വന്നു. പക്ഷേ അതോടുകൂടി P ജയരാജനെ പാർട്ടി നിഷ്കരണം അദ്ദേഹത്തെ ഒതുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെല്ലാം പാർട്ടി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തു ഒതുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പാർലമെൻറ്റ് സീറ്റിൽ അദ്ദേഹം മത്സരിച്ചു, വളരെ ദയനീയമായിട്ട് തോൽക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ കണ്ണൂരിൽ നടന്നു വരുന്നു. പിന്നീട് അവശേഷിച്ചത് ഈ EP ജയരാജനാണ്. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും EP ജയരാജനും കൂടെ ഫ്ലൈറ്റിൽ വരുന്ന സമയത്താണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ വിമാനത്തിനകത്ത് കയറി വലിയ പ്രകടനവും മുദ്രാവാക്യം വിളിയെല്ലാം നടത്തി. ആ സമയത്ത് പിണറായിയുടെ ഒരു രക്ഷകനെ പോലെ ചാടി വീണ് നമ്മളെല്ലാം അതിശയിച്ചു. ഒരു കാളക്കൂറ്റൻ മുക്രിയിട്ട് ആക്രമിക്കുന്ന തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ രണ്ടുപേരെ നിഷ്കരണം, വളരെ നിഷ്പ്രയാസം കടലാസിനെ എടുത്തെറിയും പോലെ എടുത്ത് ദൂരെ എറിഞ്ഞ ഒരു മനുഷ്യനാണ് ഈ EP ജയരാജൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതൊരു പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, പിന്നെ അതിനുശേഷം അദ്ദേഹം ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞു ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അപ്പോഴെല്ലാം എല്ലാവരും കരുതിയിരുന്നത് ഈ EP ജയരാജനെ
അടുത്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കും, അതായത് കോടിയേരി ബാലകൃഷ്ണന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആക്കുമെന്നുള്ള ഒരു വലിയ പ്രചരണമൊക്കെ നിലനിന്നിരുന്നു. അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു എന്നും മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ എന്തായിരുന്നാലും പ്രതീക്ഷിച്ചതുപോലെ ഇ.പി. ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല. പകരം ഗോവിന്ദ മാഷാണ് പാർട്ടി സെക്രട്ടറിയായി മാറിയത്. അന്ന് മുതൽ തന്നെ അദ്ദേഹം ഈ പാർട്ടിക്കുള്ളിൽ വളരെ അസ്വസ്ഥനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഒരു വലിയ പ്രചരണ ജാഥയിൽ നിന്നും, കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു പ്രചരണ ജാഥയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. പിന്നീട് അത് വലിയ വിവാദമായി. ഈ പ്രചരണ ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഈ CPM-നെ വെട്ടിലാക്കിയതുപോലെ ഇ.പി. ജയരാജൻ അന്നും CPM-നെ വെട്ടിലാക്കിയിരുന്നു. ആ സമയത്താണ് ഈ എറണാകുളത്ത് വെച്ച് ഈ ജാഥയോടൊപ്പം ഇ.പി. ജയരാജൻ വീണ്ടും CPM-ൻ്റെ ജാഥയോടൊപ്പം അണിചേരുകയും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. പക്ഷേ അന്നത്തെ സമയത്തും വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇന്നത്തെ വിവാദ നായകനായ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ നടന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്ഷേത്രത്തിലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ ഇ.പി. ജയരാജൻ അവിടെ പോവുകയും ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ഷാൾ അണിയുന്ന വീഡിയോ എല്ലാം അന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ അതെല്ലാം പാർട്ടിയിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വളരെയധികം ദോഷങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ. അദ്ദേഹം ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഇതുപോലെ മീഡിയകളുടെ പ്രത്യക്ഷപ്പെടുകയും അത് ആളിക്കത്തിക്കുന്ന തരത്തിലേക്കുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ ദല്ലാൽ നന്ദകുമാർ. അപ്പോൾ അതേ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഈ നമുക്കറിയാം അന്ന് ഈ CPM-ൻ്റെ ജാഥ നടക്കുന്ന, അതായത് പര്യടനം നടക്കുന്ന, വടക്ക് നിന്ന് ആരംഭിച്ച ഈ പര്യടനം നടക്കുന്ന സമയത്ത് അന്നും ഈ ദല്ലാൽ നന്ദകുമാറിനോട് ചേർന്ന് നിന്ന് വിവാദം സൃഷ്ടിച്ചിരുന്ന ജയരാജനെ എന്തുകൊണ്ട് പാർട്ടി അന്ന് ശാസിച്ചില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ പിണറായി വിജയൻ രാവിലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതായത് BJP-യുടെ ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജൻ്റെ മകൻ്റെ കുളത്തൂരിലുള്ള ഫ്ലാറ്റിൽ സന്ദർശനം നടത്തിയെന്നായിരുന്നു ഇന്നലെ ഉണ്ടായ പൊട്ടിപ്പുറപ്പെട്ട വിവാദം. നമ്മുടെ ജയരാജൻ സഖാവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ വന്നിരിക്കുന്നു. നോക്കിയപ്പം പ്രകാശ് ജാവ്ദേക്കർ. അദ്ദേഹം ഞെട്ടി. ഈ ജയരാജൻ പറയുന്നത് ഉടനെ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അന്ന് ഈ മകൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി ഹൈവേ വഴി പോകേണ്ട പ്രകാശ് ജാവ്ദേക്കർ നേരെ വന്ന് ആക്കുളം ഭാഗത്ത് വന്ന് ടേൺ ചെയ്ത് നേരെ ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ നടവഴി, ഊടുവഴി, മുടുക്ക് വഴി എല്ലാം പോയി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ആരും വിശ്വസിക്കില്ല. മാത്രമല്ല ഈ ജയരാജൻ ഈ സ്വാഭാവികമായിട്ടും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ, മകൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പറഞ്ഞു കാണും മോനെ ജാവ്ദേക്കർ അപ്പൂപ്പനെ കണ്ടോ എന്ന് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണും. അപ്പോൾ ഇതെല്ലാം എന്തെല്ലാം സംഗതികൾ അവിടെ നടന്നു കാണും. ഒരു ബർത്ത്ഡേക്ക് വരുമ്പോൾ വെറും കൈയോടുകൂടി ജാവ്ദേക്കർ വരുമോ? എന്തായിരുന്നാലും വന്ന സ്ഥിതിക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോകും. അപ്പോൾ ഇതെല്ലാം നമ്മളെ സാധാരണ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പരിഹസിക്കുന്ന ചില പ്രസ്താവനകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാർ പറഞ്ഞു വരുന്നത് പിണറായിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ ജയരാജന്റെ ഈ പ്രസ്താവന വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആകും എന്നാണോ? താങ്കൾ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു സൂചനയുണ്ട്. അതായത് ഇന്നലെ പിണറായിയുടെ മറുപടി പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് പാപിയോടൊപ്പം ശിവനും ചേർന്നാൽ ശിവനും പാപിയാവും എന്ന് പറഞ്ഞൊരു പുതിയ പഴഞ്ചൊല്ല്. എനിക്ക് തോന്നുന്നു ഇത് വല്ല AKG സെൻറ്ററിലെ ഏതെങ്കിലും ആസ്ഥാന കവികൾ എഴുതി വിട്ടതാണോന്നും അറിയില്ല. എന്തായാലും പുതിയൊരു പഴഞ്ചൊല്ല് പിണറായി കേരളത്തിന് സമ്മാനിച്ചിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പിണറായി അവിടെയും ഒരു ജയരാജനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലൊരു പ്രസ്താവന. അതായത് ജയരാജൻ കണ്ടതിൽ തെറ്റില്ല, ജാവ്ദേക്കറെ കണ്ടതിൽ തെറ്റില്ല, പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ജയരാജൻ കണ്ടതാണ് പിണറായിയെ അല്പം പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കാര്യം പിണറായിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്, ഒരു വൃത്തം തന്നെ ഇതിനു വേണ്ടി തന്നെ അകത്താക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ല പിണറായിയുടെ പ്രസ്താവനയിൽ അതിനോടൊപ്പം ചേർത്ത് പറയുകയുണ്ടായി. പക്ഷേ എങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ള സൂചന തന്നെയാണ്. കാര്യം വരുന്ന തിങ്കളാഴ്ച CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുകയാണ്.
സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ രൂക്ഷമായ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പഴയ CPM അല്ല ഇപ്പോൾ. CPMൻ്റെ പഴയ ആ കർക്കശ നിലപാടും നടപടികൾ എടുക്കുന്നതെല്ലാം ഇപ്പോൾ മയപ്പെട്ട് അതിൻ്റെ ദുർബലപ്പെട്ട് അത് വേറൊരു രീതിയിലേക്ക് CPM ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ജയരാജനെതിരെ ഒരു ശാസനയിൽ ഒതുങ്ങാനാണ് പരിപാടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവർ കക്ഷികളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു കമ്മീഷനെ വയ്ക്കുമെന്നും ഇത് അന്വേഷിക്കുമെന്നും ജയരാജനെ അടിയന്തരമായിട്ട് തന്നെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്യും, തരം താഴ്ത്തും എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും വരുന്നുണ്ടെങ്കിലും പിണറായിയുടെ വിശ്വസ്തനായ ജയരാജനെ ഒരിക്കലും പിണറായി തള്ളിപ്പറയാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു വിവാദങ്ങൾ കൂടി ഇതിനോടൊപ്പം, അതായത് കൂടുതൽ ഈ വിവാദം നീട്ടിക്കൊണ്ടു പോകുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം ചെയ്യുമെന്നുള്ളത് പിണറായി വിജയനും അറിയാം. അതായത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകൾ, ചില ഒത്തുതീർപ്പുകൾ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിലുണ്ടെന്നും ചില മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാദം തുടരുന്ന ദിവസങ്ങളിൽ കത്തിച്ചു നിർത്തുന്നത് CPMന് രാഷ്ട്രീയപരമായിട്ട് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം CPM നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിരവധി CPMൻ്റെ ഇടത് സൈബർ രംഗങ്ങളിലെല്ലാം കാണാറുള്ള ട്രോളുകളാണ്. അതായത് രമേശ് ചെന്നിത്തല ഉപയോഗിക്കുന്നത് കാക്കി നിക്കറാണ്, ഈ ഉണ്ണിത്താൻ കാക്കി നിക്കറും തച്ചു വെച്ചിരിക്കുന്നു, സുധാകരൻ കാക്കി നിക്കറുമായിട്ട് കാത്തിരിക്കുകയാണ് ഏത് സമയം BJPയിൽ പോകാൻ. ഇങ്ങനെയൊക്കെ ഉള്ള കുപ്രചരണങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വെള്ളിടി പോലെ CPMൻ്റെ മേൽ ഈ ജയരാജൻ്റെ വിവാദ പ്രസ്താവന വന്നു ഭവിച്ചത്. അപ്പം ശോഭാ സുരേന്ദ്രനാണ് ഇത് തുടക്കമിട്ടത്. ആദ്യം ഇത് തുടക്കമിട്ടത് കണ്ണൂർ സുധാകരനാണ്. സുധാകരൻ്റെ പ്രസ്താവന ജയരാജൻ ഏറ്റെടുക്കുകയുണ്ടായി. ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത്. എന്തായിരുന്നാലും ജയരാജനെ സംബന്ധിച്ചിടത്തോളം ജയരാജനെ പെട്ടെന്നൊന്നും തന്നെ CPM പുറത്താക്കുകയോ മറ്റ് നടപടികളൊന്നും എടുക്കാൻ സാധ്യതയില്ല. പരമാവധി ഒരു ശാസനയിൽ ഒതുക്കി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ മാത്രമേ CPM ശ്രമിക്കുകയുള്ളൂ. കാര്യം CPMന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി തന്നെ CPMനകത്തുണ്ടാകും. ജയരാജനെ പുറത്താക്കിയാൽ വളരെയധികം ദോഷം CPMന് ഈ പേരിൽ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല ഈ CPMനെ സംബന്ധിച്ചിടത്തോളം CPM നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നമ്മൾ കേരളത്തിലിരുന്ന് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാത്രം, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം ഒരിക്കലും കേരളത്തിലെ CPMമാർ പറയാറില്ല. കാരണം കേരളത്തിലെ CPMൻ്റെ വസ്തുതകളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടാണ് എപ്പോഴും CPM നേതാക്കൾ പ്രസംഗിക്കാറും പ്രസ്താവനകൾ ഇറക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ പലയിടങ്ങളിലും BJPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJPയുമായി സഹകരിച്ച് പല സ്ഥലങ്ങളിലും CPM പ്രവർത്തിക്കുന്നതിൻ്റെ എത്രയോ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ബംഗാളിലെ തന്നെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും CPMും BJPയും തൃണമൂലിനെതിരെ ഒരുമിച്ച് കൈകോർക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവുണ്ട്. അതായത് കൽക്കട്ടയ്ക്കടുത്തുള്ള ബഹ്റാംപൂർ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMും BJPയും ഒരുമിച്ചാണ് തൃണമൂലിനെ നേരിടാൻ വേണ്ടി ഇറങ്ങിയത്. അവിടെ BJP നേതാക്കളും CPM നേതാക്കളും ഒരുമിച്ചിരുന്ന് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന എത്രയോ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിലുള്ള CPM നേതാക്കൾ ദേശീയ തലത്തിൽ CPMൻ്റെ വിഷയങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യാറില്ല. ഈ പശ്ചിമ ബംഗാളിലെ ചരിത്രം നമ്മൾ വിശദമാക്കുമ്പോൾ തൊട്ടടുത്തുള്ള ത്രിപുരയിലുള്ള CPMൻ്റെ അവസ്ഥയും കൂടെ നമുക്ക് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. ത്രിപുരയിൽ എത്രയോ CPM നേതാക്കൾ, CPM MLAമാർ തന്നെ രാജിവെച്ച് BJP MLAമാരായ ചരിത്രവും കൂടി ഈ വളരെ അടുത്ത നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വരെയുണ്ട്. അതായത് CPIMൻ്റെ മൊബാഷർ അലി എന്ന് പറയുന്ന MLA, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് BJPയിൽ പോയി, BJPയിൽ നിന്ന് ജയിച്ച് വീണ്ടും അവിടെ MLA ചരിത്രവും കൂടി നമ്മുടെ മുമ്പിലുണ്ടാകും.